ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ രചനയെടുത്ത് സുമിത പറയുന്നുണ്ട്, എടി മഹേഷ് മരിച്ചാലും ഇല്ലെങ്കിലും നീ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അഥവാ മഹേഷ് രക്ഷപ്പെടുവാണെങ്കിൽ ഇഷിതയ്ക്ക് 24 മണിക്കൂർ മഹേഷിനോട് ഇരിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് നീ വേണം മഹേഷിനെ ശുശ്രൂഷിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നിനക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവുള്ളൂ. നീ അത് കാര്യമായിട്ട് പറഞ്ഞാണെങ്കിലും തമാശക്ക് പറഞ്ഞാണെങ്കിലും നീ പറഞ്ഞത് ഒരു കാര്യമുണ്ട് സുമി. എന്തായാലും എൻ്റെ മോൻ നാളെ എൻ്റെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കാൻ പാടില്ല, മമ്മി എന്തിനാണ് ഡാഡിനെ ഇങ്ങനെ അപകടപ്പെടുത്തിയെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് മഹേഷിന്റെ അടുത്ത് പോയിരുന്നേ പറ്റൂ. എടി നിന്റെ മോൻ എങ്ങനെ അറിയാനാ? നമ്മുടെ വായൊന്ന് വന്നാലല്ലേ അറിയുള്ളൂ. നമ്മളായിട്ട് ഈ കാര്യം ആർത്തും പറയുന്നില്ല. ശരി, നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് സമാധാനമായത് എന്ന് പറഞ്ഞിട്ട് രചന അവിടുന്ന് പോവാണ്. രചന പോകുമ്പോൾ തന്നെ സുമിത മനസ്സിലിങ്ങനെ വിചാരിക്കും കേട്ടോ, എടി രചന, എന്റെ വലയിൽ വീണത് സത്യം പറഞ്ഞാൽ മഹേഷ് അല്ല, നീയാണ്. നിന്നെയായിട്ട് ഞാൻ വട്ടം കറക്കും എന്ന് സുമിത ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്ന ആദ്യനെയാണ്. ആദ്യം സ്കൂളിലിരുന്ന് പല പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കാട്ടോ. മഹേഷ് ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോ, ഡാഡി അല്ല, ഡാഡിയോ, ഏത് ഡാഡി, എവിടത്തെ ഡാഡി എന്നൊക്കെ ചോദിച്ചിട്ട് മഹേഷിനെ ഇങ്ങനെ അവോയ്ഡൊക്കെ ചെയ്യുമായിരുന്നില്ലേ, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് ആദ്യം. ചിപ്പി അടുത്തേക്ക് വരുമ്പോഴേക്കും ആദ്യം പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചിട്ട് ചിപ്പിനെ നോക്കുവാട്ടോ. ആഹാ, ആദ്യേട്ടൻ ഇവിടെ ഇരിക്കുമായിരുന്നോ? ആദ്യേട്ടാ, ടൂർ നടന്നില്ല ആദ്യേട്ടാ, ഈ പ്രാവശ്യം മുടങ്ങി. ആദ്യേട്ടൻ എന്താ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാത്തത്? ടൂറ് പോയില്ലെന്ന് നിനി വന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതോ അത് വേറൊന്നുമല്ല ആദ്യേട്ടാ, അച്ഛനെ ഡാഡിക്ക് പെട്ടെന്നൊരു മീറ്റിംഗ് ഡൽഹിയിലേക്ക് പോയെന്ന്. പിന്നെ അപ്പൊ ഇഷിതമ്മ വീട്ടിലില്ലേ? അമ്മക്കാണെങ്കിൽ ഭയങ്കര തിരക്ക, ഇടക്കിടക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെയാ. അച്ചാച്ചൻ എവിടെയാണെന്ന് അറിയില്ല. അച്ഛൻ ഇന്നലെ വീട്ടിലും വന്നില്ല. എന്തെങ്കിലും അച്ചാമ്മയുടെ ചോദിച്ചാലോ അപ്പ അച്ചാമ്മയുടെ കണ്ണ് നിറയും. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാൻ തരുന്നില്ല. അപ്പയാണെങ്കിലും എന്നോട് മിണ്ടാൻ വരുന്നില്ല. എന്താണെന്നറിയില്ല, ആർക്കൊക്കെ എന്തൊക്കെയോ പറ്റി ആദ്യമായിട്ട് ആരും എന്നോടൊന്നും മിണ്ടുന്നില്ല എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ആദ്യം പൊട്ടിക്കരയാട്ടെ, മോളെ ചിപ്പി എന്ന് പറഞ്ഞ് പൊട്ടിക്കരുന്നില്ല. അയ്യോ ആദ്യമായിട്ട് എന്തിനാ കരയണത്? നമ്മുടെ ഡാഡിക്ക് ആളുടെ സുഖമില്ല, ഹോസ്പിറ്റലാണ്. അയ്യോ ഡാഡിക്ക് എന്താ പറ്റിയത്? പറ ആദ്യേട്ടാ, ഡാഡിക്ക് എന്താ പറ്റിയത്? മോളെ ചിപ്പി, ഡാഡിക്ക് ആക്സിഡന്റ് പറ്റി. ഡാഡി സഞ്ചരിച്ച വാഹനം ഇന്നലെ ഒരു മതിലിൽ പോയി ഇടിച്ചു. ICUലാണ്, ഹോസ്പിറ്റലിലാണ്. അതാ നിന്റെ അടുത്ത് ആരും പറയാത്തത്. പക്ഷെ നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിച്ചില്ല ചിപ്പി എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് ചിപ്പിയും കരയുന്നുണ്ട്. അയ്യോ ആദ്യേട്ടാ, ഡാഡിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ആദ്യേട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഡാഡിയുടെ അവസ്ഥ സീരിയസ് ആണ് മോളെ. അയ്യോ എനിക്ക് എന്റെ ഡാഡിയെ കാണണം. ഞാൻ വിളിച്ച ഡാഡി എഴുന്നേക്കും. ആദ്യേട്ടാ വാ ആദ്യേട്ടാ, നമുക്കൊന്ന് ഡാഡിനെ പോയി കാണാം ആദ്യേട്ടാ. ഇല്ല മോളെ, നമ്മൾ ആര് പോയാലും ഡാഡിനെ കാണിക്കാൻ വേണ്ടി അവർ കടത്തി വിടില്ല. എനിക്ക് എന്റെ ഡാഡിനെ കാണാം. ആദ്യേട്ടൻ വാ. ഇല്ല മോളെ, നമ്മൾ പോയിട്ട് കാര്യമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയായിട്ടും ആദ്യം. ശേഷം കാണിക്കുന്ന ഇഷിതേനെയാണ്. ഇഷിത ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴേക്കും അവിടെ ICUവിന് ഫ്രണ്ടിൽ നിൽക്കുന്ന സിസ്റ്റർ ഇഷിത അടുത്ത് പറയണ്ടേ, ഡോക്ടർ ഇഷിത, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണം കേട്ടോ. മഹേഷ് സാർ ഇന്ന് എന്നെ കണ്ണു തുറക്കുമെന്ന എൻ്റെ മനസ്സ് പറയണത്. ഡോക്ടർ ഇഷിത ചെയ്ത പുണ്യപ്രവർത്തികൾക്ക് ഫലം കാണും എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷിത ആ നേഴ്സിനെ നോക്കാട്ടോ. ഇത് പറഞ്ഞുതരാൻ ഞാൻ നിങ്ങളുടെ ആരുമല്ല, പക്ഷെ എൻ്റെ മനസ്സത് പറയുന്നു. ശരി എന്ന് ഇഷിത പറയുന്നുണ്ട്. അപ്പോഴേക്കാട്ടോ സിസ്റ്റർ പറയേണ്ടത്, ആ സ്ത്രീ വരുന്നുണ്ട് എന്ന് പറയാണ്. ഇഷിത തിരിഞ്ഞു നോക്കുമ്പോഴേക്കും രചനയാണ് കേട്ടോ അത്. പെട്ടെന്ന് തന്നെ നേഴ്സ് ICUവിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും രചന ചോദിക്കുന്നുണ്ട് ഇഷിതടുത്ത്, മഹേഷ് കണ്ണു തുറന്നോ? ഇല്ല. എന്തിനാ മഹേഷിന് ഇവിടെ കിടത്തിയിരിക്കുന്നത്? ഇതിനേക്കാളും വേറെ നല്ല ഹോസ്പിറ്റലിൽ മാറ്റായിരുന്നല്ലോ. നാളെ കുറ്റബോധം തോന്നരുത്. ഓഹോ, മഹേഷിനെ കുറിച്ച് അപ്പൊ രചന വിധി എഴുതിയല്ലേ? ഞാൻ വിധി എഴുതിയതല്ല ഇഷിത, പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മഹേഷിന്റെ വണ്ടി ഓവർ സ്പീഡ് ആണെന്ന് പറഞ്ഞത് കേട്ടത്. മഹേഷ് ഒരിക്കലും ഓവർ സ്പീഡിൽ വരില്ല. മഹേഷിന് ഒരു ലിമിറ്റ് ഉണ്ട്. കാർ എങ്ങനെ ഓടിക്കണം, എത്ര സ്പീഡിൽ ഓടിക്കണം എന്ന് മഹേഷിന് അറിയാം. ഞാൻ കുറച്ച് സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞാലും മഹേഷ് ഒരിക്കലും അത് കേൾക്കാറില്ല. അതുകൊണ്ട് മഹേഷ് ഒരിക്കലും ഓവർ സ്പീഡിൽ പോവാറില്ല എന്ന് പറയാണ്. അല്ല, ഇതൊക്കെ പറയണത് കേട്ടാ തോന്നും രചന ഇത് നേരിട്ട് കണ്ടെന്ന്. ഞാൻ നേരിട്ട് കണ്ടതല്ല, പറഞ്ഞു കേട്ട അറിവാണ് എന്ന് ഇഷിത എടുത്ത് ഇങ്ങനെ പറയാട്ടോ. ഇഷിത രചനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന സ്വപ്നവല്ലീനെയാണ്. സ്വപ്നവല്ലി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കാട്ടോ. അപ്പൊ മഞ്ജിമ ചോദിക്കണ്ട, അമ്മേ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോളെ? ഇന്ന് തിരുമേനി എന്നോട് പറയാ, ഇന്ന് എന്നെ മഹേഷ് കണ്ണു തുറക്കുമെന്ന്. അത് ദൈവവചനമായിട്ട് എനിക്ക് തോന്നിയത്. മഹേഷിന് ദീർഘായുസ ജാതകത്തിലും പറഞ്ഞിരിക്കണത്. അപ്പൊ അവനൊന്നും സംഭവിക്കില്ല. എന്തോ അമ്പലത്തിൽ വന്ന് പോയപ്പോ ഒരു സമാധാനം മോളെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെയാണ് അവിടേക്ക് രാമനാഥൻ വരുന്നു കേട്ടോ. രാമനാഥൻ വന്നല്ലോ എന്ന് സ്വപ്നയിൽ പറയുമ്പോ, അച്ഛനിങ്ങ് പോന്നോ? അവിടെ ഇഷിതയുണ്ടല്ലോ. ചിപ്പിമോള് വരാൻ സമയമായല്ലോ. ഞാനിവിടെ ഇല്ലെങ്കിൽ അവള് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് രാമ മോൻ ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ല സ്വപ്നം. പക്ഷെ അവൻ കണ്ണ് തുറക്കും രാമ, എനിക്ക് ഉറപ്പാ. ഞാൻ അമ്പലത്തിൽ പോയപ്പോഴേ
മൃത്യുഞ്ജയ ഹോമം ചെയ്തു. ആ ഹോമം ചെയ്തപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞതെന്നറിയാവോ? ഹോമം ചെയ്യുമ്പോൾ ഒരു അവശകനും ഉണ്ടായിരുന്നില്ലെന്ന്. അതിനർത്ഥം എന്താ? മഹേഷിന് ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്നാ. എനിക്ക് ഉറപ്പുണ്ട് രാമ, നമ്മുടെ മോൻ നമ്മുടെ തിരിച്ചു വരുമോന്ന്. എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നുക സ്വപ്നം. അവൻ മര്യാദയ്ക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു. വിനോദിനെ അന്ന് കുറ്റപ്പെടുത്തിയ ആ പെണ്ണുണ്ടല്ലോ ആതിര, അവളുടെ കോള് വന്നു ഇഷിതക്ക്. ആ കോള് വന്നപ്പോഴേക്കും വിനോദിനെ വേഗം കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആതിരനെ കൂട്ടിക്കൊണ്ട് വാടാന്ന് പറഞ്ഞിട്ട് ഞാനാണ് അവനെ വിട്ടത്. പാവം എൻ്റെ മോൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടത് അവനെ മരണത്തിലേക്ക്. ഒരു മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റു മോനെ ഞാൻ പറഞ്ഞു കൊലക്ക് കൊടുത്തല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് രാമനാഥൻ. അത് കാണുമ്പോൾ സ്വപ്നവേലി പറയുന്നുണ്ട്, രാമ, മഹേഷിന് ഒന്നും സംഭവിക്കില്ല രാമ, ഒന്നും സംഭവിക്കില്ലെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ആ കാറിൽ ഇഷിതയും കൂടി കയറേണ്ടതായിരുന്നു. ഇഷിത ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ രാമനാഥൻ പറയുന്നുണ്ട്, ഇഷിതയുടെ അച്ഛനെ സുഖമില്ലാതായപ്പോ ഇഷിത അങ്ങോട്ടേക്ക് പോയി. എന്ത് പറയാനാ, മാഷ് ചെയ്ത ജന്മസുഹൃതം എനിക്ക് ആ ഭാഗ്യം ഇല്ലാതായി പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് സ്വപ്നം. സ്വപ്നം എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും താ എന്ന് പറയുമ്പോൾ സ്വപ്നവലി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അടുക്കളയിൽ പോവാണ്. ആ സമയത്ത് രചന അവിടെ വന്നിരുന്നില്ല അച്ഛാ എന്ന് മഞ്ജുമ ചോദിക്കുമ്പോൾ അവിടെ ഉണ്ട്, എന്തിനാ വന്നിരിക്കണേന്ന് അറിയത്തില്ല. പിന്നെ ഇഷിത ഡോക്ടർ ആയതുകൊണ്ട് അവൾക്കകത്ത് പോയി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡോക്ടർമാർ വല്ല പ്രതീക്ഷയൊന്നും കൊടുക്കണ്ടെന്നാണ് മോളെ പറഞ്ഞത്. മഹേഷിന് മരുന്നുകൾക്കൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ പൊട്ടിക്കരയാണ്. അത് കേട്ടുകൊണ്ട് സ്വപ്നവലി അങ്ങോട്ട് വരുമ്പോൾ സ്വപ്നവലി കയ്യിലിരുന്ന ഗ്ലാസ് നിലത്ത് വീണ് ഉടയുവാട്ടോ. സ്വപ്നവലി വേഗം തന്നെ എൻ്റെ മോനെ എന്ന് പറഞ്ഞ് കരയുമ്പോഴേക്കും മഞ്ജിമ പിടിച്ച് സോഫയിലേക്ക് ഇരുത്താണ്. അമ്മേ കരയല്ലേ അമ്മേ, അമ്മ സമാധാനിക്കുക അമ്മേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോൻ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ രാമനാഥൻ പറയണ്ട, എൻ്റെ മോൻ ഈശ്വര, എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാമനാഥൻ ഇങ്ങനെ കരയാട്ടോ. പിന്നീട് കാണിക്കുന്നത് അമ്പലമാണ്. ആദ്യം ചിപ്പിയും കൂടി അമ്പലത്തിലേക്ക് വന്നിരിക്കുക കേട്ടോ. ശേഷം ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എത്രയാ ചേട്ടാ? 70 രൂപ എന്ന് പറയുമ്പോഴേക്കും ആദ്യം പോക്കറ്റിൽ നിന്ന് 50 രൂപ എടുക്കാണ്. പിന്നെ ബാഗിൽ നിന്ന് 10 രൂപ എടുക്കുന്നുണ്ട്. ആഹാ, പൈസ ഇല്ലാതെയാണ് ഓട്ടോ കയറിയത് എന്ന് ഓട്ടോക്കാരൻ ചോദിക്കുമ്പോൾ ചേട്ടന് പൈസ കിട്ടിയാൽ പോരെ, ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ചിപ്പി നിന്റെ കയ്യിൽ ആ 10 രൂപ ഉണ്ടോ നോക്കിയേ എന്ന് പറയുമ്പോൾ ചിപ്പി നുള്ളി പിറക്കി 8 രൂപയാക്കി കൊടുക്കുന്നുണ്ട്. എന്നാ ചേട്ടാ ബാക്കി 2 രൂപ ഞാൻ തന്നോളാം ചേട്ടന്. അയ്യോ, മോന്റെ കയ്യിൽ ഉള്ളത് മതി മോനെ, വേണ്ട, ചേട്ടന്റെ പൈസ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ടാണെങ്കിലും ബാക്കി തന്നോളാം. നീ ആള് കൊള്ളാലോ, നീയാണ് ആൺകുട്ടി, മോനെ എന്നെ അന്വേഷിച്ച് ഓട്ടോ സ്റ്റാൻഡിലൊന്നും വരണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഓട്ടോക്കാരനെ ആ പൈസ മേടിച്ചിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം നമ്മുടെ ചിപ്പിയും ആദ്യം കൂടി അമ്പലത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ തിരുമേനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല, നിങ്ങളെന്താ ഈ വേഷത്തില്? അത് ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ, അമ്പലത്തിൽ വരുമ്പോൾ ദേഹശുദ്ധിയോടെ വേണം വരാനായിട്ട്. നിങ്ങളിത് ഈ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ദേഹം ശുദ്ധിയായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല തിരുമേനി. എന്തു പറ്റി? ഞങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുക, ICUയിൽ. അച്ഛൻ എന്തു പറ്റി? അച്ഛൻ ആക്സിഡന്റ് ആയി, കാർ ആക്സിഡന്റ്. വീട്ടിലെല്ലാവരും ഹോസ്പിറ്റലിലാണ്. ഓ അങ്ങനെയാണോ? നിങ്ങളിപ്പോ എന്തിനാ വന്നത്? പ്രാർത്ഥിക്കാൻ. ശയനപ്രദക്ഷിണം ചെയ്യണം ഈ പ്രായത്തിലോ? അതെ, ഇവിടെ അടിപ്രദക്ഷിണം ചെയ്തോളും, ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യും. മോള് വേണമെങ്കിൽ അത് ചെയ്യട്ടെ, മോൻ ശയനപ്രദക്ഷിണം ചെയ്യണ്ട, അതിനുള്ള പ്രായം മോനായിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും വേറൊരു തിരുമേനി അവിടേക്ക് വരുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും കേട്ടില്ല തിരുമേനി, ഈ കുട്ടി ശയനപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി വന്നതാണത്രേ. ഈ കുട്ടിയുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കിടക്ക, ICUയിൽ കാർ ആക്സിഡന്റ് ആയിട്ട്. എന്റെ ശിവ, ഞാൻ എന്താ കേൾക്കണത്? മോനെ, നിനക്ക് ഒരു പ്രദക്ഷിണ പോലും ഫുള്ളാക്കാൻ പറ്റില്ല. എനിക്ക് പറ്റും, നിങ്ങൾ എവിടെ, പൈപ്പ് എവിടെയാന്ന് പറ, ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറയുമ്പോഴേക്കും തിരുമേനി ആ പൂജാരിത്ത് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യൂ, ഒരു ഉണ്ടെടുത്ത് ഈ കുട്ടിക്ക് കൊടുക്കൂ, ഈ കുട്ടി എന്നാ ചെയ്യട്ടെ, എല്ലാം ദൈവത്തിന്റെ തീരുമാനമല്ലേ എന്ന് തിരുമേനി പറയാണ്. സന്തോഷമാവാണ് ആദിക്കും ചിപ്പിക്കും. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ആദി ശയനപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ട് തിരുമേനി വെള്ളം കോരി ഒഴിക്കാട്ടോ തലയിൽ കൂടി. ആദ്യം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന കൊണ്ടിട്ടാണെന്ന് തോന്നുന്നത്. ആ സമയം തന്നെ മഹേഷ് പതിക്കെ കൈകൾ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഡോക്ടർക്ക് അത്ഭുതം തോന്നുവാണ്. ഈശ്വര, ഇത് എന്തൊരു അത്ഭുതം, എത്ര പെട്ടെന്ന് മഹേഷ് റിക്കവർ ആവുന്നത്, ഇത് പെട്ടെന്നൊരു അത്ഭുതമായി പോയല്ലോ. എന്നിട്ട് ഇഷിതടുത്ത് പറയുന്നുണ്ട്, ഡോക്ടർ ഇഷിത, മഹേഷിന് എന്ത് പറ്റി ഡോക്ടർ? പെട്ടെന്ന് തന്നെ റിക്കവർ ആവുന്നുണ്ട്, പെട്ടെന്ന് അനക്കങ്ങൾ ബോഡിയിൽ സംഭവിക്കണത്, ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ആ സമയത്ത് ആദ്യം അവിടെ പ്രദക്ഷിണമൊക്കെ അതിന് പ്രാർത്ഥിക്കുക കേട്ടോ. അതുകൊണ്ടിട്ട് മഹേഷിനെ പെട്ടെന്ന് തന്നെ കണ്ണു തുറക്കാൻ സാധിക്കുകയാണ്. ഇഷിതക്ക് ഭയങ്കര സന്തോഷാവാണ്. രചനയും അവിടെ തന്നെയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും പ്രാർത്ഥന കഴിഞ്ഞ് പോകാൻ പോകുന്ന സമയത്ത് പിള്ളേരെ പിടുത്തക്കാരിങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡും പ്രൊമോ എല്ലാം തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.